ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. അച്യുത പ്രതിത പ്രാണ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാന അപ്രമത്ത പ്രതിഷ്ഠിത. അച്യുത, ച്യുതി ഇല്ലാത്തവൻ, അച്യുതൻ. ജനനമരണങ്ങൾ, നാശം ഒന്നും ബാധിക്കാത്തവനാണ് അവിടുന്ന്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് വരെ നാശമുണ്ടെങ്കിലും അവിടുന്ന് അച്യുതനാണ്, നാശമില്ലാത്തവനാണ്. ശാശ്വതം ശിവമച്യുതം എന്ന് നാരായണ ഉപനിഷത്തിലുണ്ട്. ഒരിക്കലും നാശമില്ലാതെ സദാ ഭക്തരെ ഉയർത്തുന്നതിൽ ജാഗരൂകനായിരിക്കുന്ന അച്യുതനെയല്ലാതെ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? പ്രതിത, അറിയപ്പെടുന്നവൻ, വിസ്തൃതനായവൻ. സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവാണ് അവിടുന്ന് എന്ന് വേദങ്ങളും പുരാണങ്ങളും ഒരുപോലെ ഉദ്ഘോഷിക്കുന്നുണ്ട്. സൃഷ്ടികളുടെ വൈവിധ്യത്തിലും സാമർഥ്യത്തിലും എത്ര അതിശയകരമായി അവിടുന്ന് സ്വയം വിന്യസിച്ചിരിക്കുന്നു. പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകൾ അത്രയും അവിടുത്തെ കീർത്തനങ്ങളാകുന്നതിൽ എന്താണ് അത്ഭുതം? പ്രാണ, സൂത്രാത്മാവായി സൃഷ്ടികളിൽ സ്ഥിതി ചെയ്യുന്നവൻ. എല്ലാ സൃഷ്ടികളിലെയും പ്രാണശക്തി ഭഗവാനാണ്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ സൂത്രാത്മാവായി ബന്ധിപ്പിക്കുന്ന ജീവൻ നൽകുന്നു. വായുവാകുന്ന സൂത്രം കൊണ്ടാണ് എല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നത്. ഈ വായു പോയാൽ ശരീരം ജഡമാകുന്നു. ആ വായുവാണ് സൂത്രാത്മാവും. പ്രാണത, പ്രാണൻ എന്നതിന് രണ്ടർത്ഥം എടുക്കാം. ജീവനെന്നും ബലമെന്നും. ഭക്തന്മാരുടെ ആധ്യാത്മിക യാത്രയിലേക്ക് ശക്തി പകരുന്നതും പെടുന്നനെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവൻ വയ്പ്പിക്കുന്നതും വാസനകളെ നശിപ്പിക്കുന്നതും പ്രാണതനായ അവിടുന്ന് തന്നെ. വാസവാനുജ, വാസവൻ ദേവേന്ദ്രൻ, ഇന്ദ്രൻ്റെ അനുജൻ. ദേവേന്ദ്രൻ കശ്യപ മഹർഷിയുടെയും അദിതിയുടെയും പുത്രനാണ്. അവരുടെ 12ാമത്തെ പുത്രനായിട്ടാണ് വാമനൻ അവതരിച്ചത്. അതിനാൽ അദ്ദേഹം ഇന്ദ്രന് അനുജനായി. അഭാംനിധി, സമുദ്രം, പിന്നെ ജലത്തിനടിയിൽ വസിച്ച് അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നവൻ. ജലത്തിനടിയിലുണ്ടെങ്കിലും ജലം ഭഗവാനെ അറിയുന്നില്ല. കാരണം ജലം ഭഗവാന്റെ ശരീരമായിരിക്കുന്നു. അതിലിരുന്ന് അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നു. അധിഷ്ഠാനം, ഇരിപ്പിടമായിരിക്കുന്നത്. സകല ജീവികൾക്കും അധിഷ്ഠാനം ബ്രഹ്മമാണ്. സർവഭൂതങ്ങളും തന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഗീതയിൽ അവിടുന്ന് പറയുന്നുണ്ടല്ലോ. ബ്രഹ്മം തന്നെയാണ് അവിടുന്ന്. അപ്രമത്ത, എല്ലായ്പ്പോഴും ശ്രദ്ധയോട് കൂടിയവൻ. യോഗീശ്വരനാണ് അവിടുന്ന്. അവിടുത്തെ ഏകാഗ്രമായ ശ്രദ്ധ സദാ ജീവജാലങ്ങളിൽ എത്തുന്നു. ഓരോന്നിനും കർമ്മമനുസരിച്ച് ഫലം നൽകുന്നു. അതിൽ ഒരു തെറ്റും ഒരിക്കലും സംഭവിക്കുന്നുമില്ല. അപ്രമത്തനാണ് അവിടുന്ന്. പ്രതിഷ്ഠിത, സദാ സ്ഥിരമായി നിൽക്കുന്നവൻ. സകല ജീവജാലങ്ങൾക്കും ഉറുമ്പ് മുതൽ മനുഷ്യൻ വരെ അധിഷ്ഠാനമായിരിക്കുന്നത് അവിടുന്ന്. അധിഷ്ഠാനമില്ലാതെ ആർക്കും നിലനിൽക്കാനാകും? എല്ലാറ്റിനും ആധാരമായ ഭഗവാൻ സ്വമഹിമയിൽ പ്രതിഷ്ഠിതനാണ്. ചാന്ദ്യോപനിഷത്തിൽ ശിഷ്യൻ ഗുരുവിനോട് അദ്ദേഹം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നന്വേഷിക്കുമ്പോൾ സ്വന്തം മഹിമാവിൽ എന്നാണ് ഗുരുവിൻ്റെ മറുപടി. അച്യുത പ്രതിത പ്രാണ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാന അപ്രമത്ത പ്രതിഷ്ഠിത. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ. ഗോവിന്ദ.